Hello guys, welcome back to our YouTube channel. Guys, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹെയർ കെയർ റുട്ടീൻ ആണ്. അപ്പം നമുക്ക് ഹെയറിനുള്ള റുട്ടീനിന് വേണ്ടിയുള്ള സാധനങ്ങൾ പറിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. ബാ. അപ്പം നമ്മൾ ഇതിനകത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വെച്ചാൽ താളി, ചെമ്പരത്തിപ്പൂവ്, കറ്റാർവാഴ, സവോള, ഷാമ്പു. ഇതാണ് നമ്മൾ ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണിത്. ഇല കൂമ്പല പറിക്കണേ. പിന്നെ തളിരല കേട്ടോ ഗൈസ് പറിക്കേണ്ടത്. നമ്മുടെ വീടിൻ്റെ ഇവിടെ തോടൊക്കെ ഒഴുകുന്നുണ്ട്. അവള് കളിയാക്കി സരളപ്പെട്ടെ. കുറച്ച് മതി, കാരണം എല്ലാവരുടെ തലയിൽ തേച്ചാലും ബാക്കി വരും. കാരണം കുറേ സാധനങ്ങൾ നമുക്ക് ഇടേണ്ടതുണ്ട്. നമ്മുടെ അപ്പുറത്തുള്ള കൊച്ചാണ് ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അത് ചെറുക്കനായതുകൊണ്ട് അവൻ ചിലപ്പോൾ ഹെയർ കെയർ റുട്ടീനിൽ കള്ള വേറെ അടുത്ത വ്ളോഗിൽ കാണുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഗേൾസ് ഹെയർ ഗേൾസ്. എൻ്റെ അടുത്തായി പറിക്കുന്ന നമ്മളെ വീട്ടിൽ നട്ട് വളർത്തിയ ഓർഗാനിക് ആയിട്ടുള്ള കറ്റാർവാഴയാണ് ഗൈസ്. ഒരു കത്തി എടുത്തോണ്ട് വാ, ഇതിൻ്റെ ഒരു കഷ്ണം പറിക്കുക. ഇതിനാണ് നമ്മൾ പിച്ചാൻ പോകുന്നത്. നമുക്ക് പറിക്കാം. അത് വേണ്ട, അത്രയും വലുതാണ്. ഇതാ നമ്മൾ പറിക്കാൻ പോകുന്നത്. ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ, നമ്മുടെ ഇത് ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു സവോള, ഷാമ്പു. ഇൻഗ്രീഡിയൻസ് നമ്മൾ രണ്ട് ക്ലിനിക് പ്ലസ് ആണ് ഇതിൻ്റെ കൂടെ മുടി സ്കിന്നി ആയിട്ട് തിളങ്ങാൻ വേണ്ടി ഇടുന്നത്. നമ്മൾ ആദ്യം ഷാമ്പു ആണ് ഇടുന്നത് ഗൈസ്. ഇത് നമ്മുടെ മുടി സ്മൂത്ത് ആൻഡ് ഹെൽത്തി ആയിട്ട് കിടക്കാൻ വേണ്ടി നമ്മൾ കോഴിയാണ് സഹായിക്കുകയാണ്. രണ്ടോട്ടു നമ്മൾ ഇതിൻ്റെ ഇതളുകളൊക്കെ കുറച്ചതിന് ശേഷം ഇങ്ങനെ ഇടും. ദെൻ ഓനിയൻ, വിളിക്കുന്നു. ദെൻ നമ്മുടെ കറ്റാർവാഴ ഓർഗാനിക് അല്ലേ, കഴുകണ്ടല്ലോ. ഇത് രണ്ട് പീസ് അവിടെ മാറ്റി വയ്ക്കണം, കാരണം നമുക്ക് മൂത്ത് വയ്ക്കാം. നമ്മുടെ മെയിനായിട്ടുള്ള ഒക്കെ നനഞ്ഞിരിക്കുന്നതൊന്നും കഴുകണ്ട. മഴ പെയ്തിരിക്കുന്നതുകൊണ്ടാണ് സ്നാനം കഴുകാത്തത്. ചെമ്പരത്തി, നമ്മളിത് അരയ്ക്കണം ഗൈസ്. ഒന്ന് അരച്ചിട്ട് ഈ കൺസിസ്റ്റൻസി ആവും ഗൈസ്. അപ്പം നമ്മളത് എടുക്കണം. ഒരു കെട്ട മാമിയുടെ നിലയിലാണ് തേക്കുന്നത്. നമ്മൾ ആദ്യങ്ങളുടെ തലയിലാണ് തേക്കുന്നത്. കാരണം നമ്മളാദ്യം നോക്കട്ടെ, നമ്മളിങ്ങനെ ഓരോ പാർട്ടീഷൻസ് ആയിട്ട് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ തേക്കുക. കാരണം ഉണ്ടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒനിയനിട്ട് ഇതിൻ്റെ കണക്ക് വ്ളോഗ് എടുക്കണമെന്നില്ലേ. അതിന് നിർത്തും. ഇത് നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ട് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം. കുടുംബം ഇങ്ങനെ ഇരിക്കും ഗൈസ്. ഇതാണ് ശരിയായ രീതിയിൽ തേച്ച് നമ്മളിങ്ങനെ കെട്ടി വെക്കണം. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകണം. സാധനമൊക്കെ എന്തൊക്കെ
മസാജയുടെ മുടിയിലെ തേച്ചു കെട്ടി വെച്ചു. ഇങ്ങനെ തേക്കണം, മൊത്തത്തിൽ തേച്ച് മസാജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മെനക്കിടണ്ട. തേച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം ഇത് നിലത്തിറങ്ങിയിരുന്നേ. നിലത്ത് വെള്ളം കോപ്പിറൈറ്റ് കേട്ടോ ഗൈസ്. അങ്ങനെയൊക്കെ പാട്ട് കേട്ടാ കോപ്പിറൈറ്റ് അടിച്ചാൽ പിന്നെ വീഡിയോ പോകും. ചേച്ചി നല്ല എല്ലാ കുട്ടികളും ചെയ്യണേ. ഗൈസ് അപ്പം നമ്മള് മുടി ഇങ്ങനെയാണ് ഹെയർ കെയർ. അപ്പൊ പാട്ട് മാറ്റി. അപ്പം നമ്മളിങ്ങനെ തലയിലെല്ലാവരും നല്ല വൃത്തിക്ക് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറവയാണ് ഗൈസ്, മഴ പെയ്തിട്ട്. അപ്പം നമ്മൾ തലയിൽ ഇതിങ്ങനെ തേച്ചിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ കഴുകിയിട്ട് ബാക്കി കാണാം. നമ്മൾ ഗൈസ് അപ്പം നമ്മൾ മുടിയൊക്കെ വാഷ് ചെയ്തു, എല്ലാവരും വാഷ് ചെയ്തത് നമ്മൾ ഉണങ്ങിയിട്ട് നമ്മൾ കാണിക്കും. നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കുന്നതിനും സഹായകമാകുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഉണ്ടാക്കി കാണുന്നത്. ചക്ക ചതിച്ചു. അപ്പം നമ്മൾ കുളിച്ച് ഗൈസ്, മുടി ഉണങ്ങാൻ സമയമെടുക്കും. ചിലപ്പം കാണിക്കും, ചിലപ്പോൾ കാണിക്കില്ല. ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ കാണിക്കാൻ നോക്കാം, മാക്സിമം നമ്മൾ നോക്കാം. ഉണങ്ങുമില്ലെന്ന് അറിയില്ല, നമുക്ക് കാണാം. ഇവിടെ എന്ത് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.